എല്ലാവർക്കും നമസ്കാരം. മാനസി ചേച്ചി അനുഭവം അയച്ചു തന്നു. അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രാ വിവരണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറേ ദിവസമായി ഇങ്ങനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടേ പറയാട്ടോ. അന്ന് ചേച്ചി പറഞ്ഞു, മെല്ലെ ആയിക്കോട്ടെ, ഭഗവാൻ അത് സമയമാകുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ശാന്തമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ട് കേൾക്കാം. നിങ്ങൾ യാത്ര പോവാത്തവർക്ക് ഞാനെപ്പോഴും പറയാറില്ലേ, ത്രിമധുരത്തിൽ വരുന്ന അനുഭവങ്ങളുടെ കൂടെ ചിലപ്പോൾ യാത്രാ വിവരണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേൾക്കാമെന്ന് പറയുന്നത്. ദൂരെ യാത്ര പോകാൻ പറ്റാത്തവർക്കായിട്ട് ഞാനിതൊക്കെ സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുക കേട്ടോ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. പ്രത്യേകിച്ചും ശ്രീകാന്ത് സാറിനും ത്രിമധുരം ചാനലിന് എത്ര നന്ദി പറഞ്ഞാലും പോരാ. എപ്പോഴും അത് കേട്ടിട്ടാണ് ഉറങ്ങുന്നത് പോലും. ഹരേ കൃഷ്ണ. ഒരിക്കൽ ഒരു കൂട്ടുകാരി തിരുപ്പതിയിൽ സേവയ്ക്ക് പോയി. അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണം, സേവ ശരിക്ക് ചെയ്യാൻ. അപ്പോൾ എൻ്റെ വിചാരം അവൾക്ക് അവിടെ ദേവസ്വത്തിൽ ആരെങ്കിലും ഉണ്ടാവും, ഭാഗ്യമെന്ന് ഞാൻ വിചാരിച്ചു. അതൊന്നും ചോദിക്കാനും പോയില്ല കേട്ടോ. പിന്നീട് തിരിച്ചു വന്നിട്ട് അവർക്ക് അതിൻ്റെ കഷ്ടതകളെല്ലാം പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ കിട്ടി? ആരോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പോയതാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ അത് ശരിയെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ വേറൊരു കൂട്ടുകാരി തൃശ്ശൂരിൽ നിന്നും അവർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി പോകുന്നുണ്ട്, വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അവരെ ഞാൻ പേടിപ്പെടുത്തിയില്ല. എന്തായാലും അവർ പോകാൻ തീരുമാനിച്ചല്ലോ. മാത്രവുമല്ല, ഞാൻ അപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോവുകയായിരുന്നു. രണ്ടും കൂടി ഒരു മാസത്തിൽ തന്നെ വരുന്നത് കൊണ്ട് ഞാൻ പോയതുമില്ല. എന്നാൽ അവർ തിരിച്ചു വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് കുളിർത്തു. അങ്ങനെ എനിക്കും മോഹമായി. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എനിക്കും ഒരു വാട്സപ്പ് നമ്പർ കിട്ടിയിട്ടോ. ഞാൻ പോയി. എന്തിനു പറയുന്നു, എൻ്റെ വിചാരം അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് മുറിക്കുവാനോ അവിടെയൊക്കെ വൃത്തിയാക്കാനോ എന്തൊക്കെയാവും കിട്ടുക എന്നൊക്കെ ആ സ്വപ്നം കണ്ടിട്ട് പോയത്. അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്, ടെമ്പിൾ ഡ്യൂട്ടി കിട്ടിയാൽ നമ്മൾക്ക് അതൊക്കെ പറ്റുകയുള്ളൂ. വേറെ പുറത്തും കിട്ടും. മലയുടെ താഴെ പത്മാവതി ടെമ്പിളിലും ഒന്നും പറയാൻ പറ്റില്ല. ശരി, എന്തെങ്കിലും ആവട്ടെ. അവസാനം നമുക്കൊരു ഫ്രീ ദർശനമുണ്ട്. ഫ്രീ ആയിട്ട് 2 വലിയ ലഡു ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ 1-2 ദിവസം ലഡു കൗണ്ടറിലും കാഷ്യൂനട്ട് മുറിക്കാനൊക്കെ കിട്ടി. രണ്ടാമത്തെ ദിവസം അവർ വന്ന് നറുക്കിട്ടാണ് എടുക്കുക. ഞങ്ങൾ 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 3 ഗ്രൂപ്പിനും ടെമ്പിൾ ഡ്യൂട്ടി കിട്ടി. അതിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പിന്, അതായത് ഞാനുള്ള ഗ്രൂപ്പിന് പുലർച്ചയ്ക്കാണ് പോകേണ്ടത്. അങ്ങനെ കിടന്നിട്ട് ഉറക്കം വരാതെ ഞാൻ അവിടെ എത്തി. അവർ വേറെ ഗ്രൂപ്പുകളെയും വേർതിരിച്ച് തെലുങ്ക് ഭാഷയിൽ പോലീസുകാർ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അവരവിടുത്തെ ഡ്യൂട്ടിയും നിയമങ്ങളും പറയുകയാണെന്ന് മാത്രം തോന്നി. അവസാനം അവർ കുലുക്കി ഓരോരുത്തരുടെ കയ്യിലും ഓരോ കടലാസ് കണ്ടുവന്ന് കുറേ പേർക്കൊക്കെ കൊടുത്തു. അവസാനം എനിക്കും തന്നു. എല്ലാവരോടും നിങ്ങളുടെ പേരാണോ എന്നെല്ലാം നോക്കിക്കോളൂ, നേരെ ടെമ്പിൾ പോയിക്കോളൂ. നോക്കുമ്പോൾ ഇതിൻ്റെ ലീഡറും, അതായത് ഞാൻ പോകുന്ന ഗ്രൂപ്പിൻ്റെ ലീഡർ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് എനിക്കും സന്നിധി. അതും ഞാൻ ആദ്യമായി അറിഞ്ഞു. നേരെ സന്നിധിയിൽ പോയി. പുലർച്ചെ 3:30 മുതൽ 8:30 വരെ ഞങ്ങൾ അവിടെ ആളുകളെ നിയന്ത്രിക്കുക. അതിൽ ഞങ്ങൾക്ക് നേരിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാം. ഒരുപാട് ഭക്തജനങ്ങൾ നമ്മുടെ കാലിൽ വീഴുകയും, അത് പ്രത്യേകം തെലുങ്ക് ആളുകൾക്ക് നമുക്ക് ഗുരുവായൂരപ്പൻ പോലെയാണല്ലോ അവർക്ക്. ഒരുപാട് സന്തോഷം ഞങ്ങളെ കാണുമ്പോൾ. കാരണം ഇവിടെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത് പോലെ സന്നിധി ഡ്യൂട്ടി അവിടെ ഭഗവാനാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ഞങ്ങൾ നാട്ടിൽ വന്ന ശേഷമാണ് അറിഞ്ഞത്. കാരണം പാലക്കാട് ഞങ്ങളുടെ വീടിനടുത്ത് പത്മാവതി കല്യാണം തിരുപ്പതി ടെമ്പിൾ ദേവസ്വത്തിൽ ആൾക്കാർ വന്ന് ഇവിടുത്തെ ബ്രാഹ്മിൺസ് എല്ലാവരും കൂടി നടത്തി. ഞങ്ങളുടെ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അധികം ദിവസമായില്ല. അപ്പോൾ അതിലെ ഒരാൾ മീറ്റിങ്ങിൽ പറഞ്ഞതാണിത്. അതും വ്യാഴാഴ്ച. ഭഗവാനെ മുഖത്ത് ഒരുപാടൊന്നും അലങ്കാരങ്ങളില്ലാതെ നേത്ര ദർശനം എന്ന് പറയും, അതുകൂടിയാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഇപ്പോഴും അത് ആലോചിച്ചാൽ ഒരു ഒത്തും പിടിയും കിട്ടില്ല. കാരണം തെലുങ്ക് രാജ്യത്തുള്ളവർ, തെലുങ്ക് സംസ്ഥാനത്തുള്ളവർ തന്നെ പല പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോയിട്ടും പല ഡ്യൂട്ടികൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ കിട്ടിയിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞങ്ങൾക്കിത് ലഭിച്ചുവല്ലോ എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴാണ് കൂടുതലായും മഹിമ അറിഞ്ഞത് കേട്ടോ. യാതൊരു യോഗ്യതയില്ലാതെ എന്നെ ഭഗവാൻ ആ സന്നിധിയിൽ എത്തിച്ചു. വിവാഹശേഷമാണ് ഞാൻ തിരുപ്പതി എല്ലാം പോയത്. കാരണം എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ മദ്രാസിലാണ്. അവരുടെ കൂടെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ടെന്നല്ലാതെ വേറെ പരിചയവുമില്ല. അതേപോലെ തന്നെ ഈ അഷ്ടമി രോഹിണിയിലും ഭഗവാൻ ദർശനം തന്നു. നമ്മൾ പൊതുവേ തിരക്കുള്ള ദിവസങ്ങളിൽ എവിടെയും പോകില്ലല്ലോ, ഒന്നും ശരിക്കും നടക്കില്ല എന്ന വിശ്വാസത്തിൽ. എന്നാൽ എന്തോ എന്നെ ഈ പ്രാവശ്യം ഭഗവാൻ അവിടെ എത്തിച്ചു. അതും ഒരു അതിശയമായിരുന്നു. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പെട്ടെന്നായിരുന്നു വിളി വന്നതും പോയതും. എനിക്ക് അതും ഇപ്പോഴും ഒരു മാസ്മരിക ലോകം പോലെയാണ്. നമ്മൾ ആത്മീയമായി എന്താഗ്രഹിച്ചാലും ഭഗവാൻ അത് തരും. അതൊരു പക്ഷേ നമ്മൾക്ക് അർഹിക്കാത്തതാണെങ്കിൽ പോലും ആഗ്രഹിക്കണമെന്നാണ് അതിൽ നിന്നും അറിഞ്ഞത്. ഭൗതികമായ കാര്യങ്ങൾ ഒരുപക്ഷെ ഭഗവാൻ എല്ലാം ഒന്നും നടത്തി തരില്ല. കാരണം അത് നമുക്ക് ദോഷം ചെയ്യായിരിക്കും. അതായിരിക്കും അല്ലേ. ഹരേ കൃഷ്ണ. തിരുപ്പതിയിൽ പോയിട്ടുള്ളവർക്കറിയാലേ ഇതിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പം മാനസിയമ്മയ്ക്ക് ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള അനുഭവം ഉണ്ടായി
എന്നുള്ളത് വായിച്ചപ്പോഴാണല്ലേ അറിയുന്നത്. ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ലായിരുന്നു. നിങ്ങളുമായിട്ട് പറയുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് പലതും വായിക്കുക. അവസാനം എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളിലേക്കും കൃത്യമായിട്ട് എത്തുക. എന്താ കഥ അല്ലേ? അമ്മയ്ക്ക് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. തിരുപ്പതിയൊക്കെ പോയൊരു അനുഭവങ്ങൾ അയയ്ക്കുക. ഞാനത് പറഞ്ഞോളാം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ സമ്മാനങ്ങളും പൂജാലങ്കാരങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ.